നമ്മുടെ കൂടെ ഉള്ളത് ഇപ്പോൾ നിയുക്ത മന്ത്രിയായ വി അബ്ദുൾ ഗഫൂറാണ്. എന്തായാലും ഒരു പുതുമുഖമാണ്, മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നു. എന്ത് തോന്നുന്നു? വളരെ സന്തോഷമുണ്ട്. പാർട്ടി വലിയൊരു ഉത്തരവാദിത്തമാണ് തന്നത്. അത് ഭംഗിയായി നിർവഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ഹാർഡ് വർക്ക് ചെയ്യുക, ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുക എന്നുള്ളതാണ് പ്രധാനമായും ചെയ്യാനുള്ളത്. പ്രതീക്ഷിച്ചിരുന്നോ മന്ത്രിസ്ഥാനം? അങ്ങനെയൊന്നുമില്ല. പാർട്ടി ഒരു പരിഗണനകൾ വെച്ച്, വിവിധ പരിഗണനകൾ വെച്ച് കിട്ടിയതാണ്, തന്നതാണ്. അങ്ങനെ വലിയ പ്രതീക്ഷ എന്നുള്ള രീതിയിലുണ്ടായില്ല. എന്തായാലും മലബാറിൻ്റെ പുറത്തു നിന്നുള്ള ഒരു മന്ത്രി കൂടിയാണ്. മാത്രമല്ല, മന്ത്രി പി രാജീവിനെ മലർത്തിയടിച്ചാണ് താങ്കൾ ജയിച്ച് MLA ആവുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ളൊരു പാരിതോഷികം എന്നൊക്കെ പറയാൻ പറ്റുമോ? അത് പാർട്ടി നേതൃത്വത്തോട് തന്നെ ചോദിക്കണം, എനിക്കറിയില്ല. ഏതായാലും പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം നന്നായി ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ മുമ്പിലുള്ള കാര്യം. എന്തായാലും മന്ത്രി കുടുംബം കൂടിയായിരുന്നു, VK ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകൻ കൂടിയാണ് താങ്കൾ. ആ ഒരു എക്സ്പീരിയൻസ് എത്രത്തോളം ഈ ഒരു ഇതിൽ ഉപയോഗിക്കാൻ കഴിയും? തീർച്ചയായിട്ടും ഈ അവസരത്തിൽ പിതാവിനെ ഓർക്കുകയാണ്. അദ്ദേഹം ചെയ്തു വെച്ച ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, ജനങ്ങൾ ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. ആ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയണം എന്നാണ് എൻ്റെ ആഗ്രഹം, അതാണ് പ്രാർത്ഥനയും. തീർച്ചയായിട്ടും അതിനുവേണ്ടി ശ്രമിക്കും. കഴിഞ്ഞ 10 വർഷത്തിന് ശേഷമാണ് ഇവിടെ UDF വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആവേശം ക്യാമ്പുകളിലെല്ലാം കാണാനുണ്ട്. ആ ഒരു ജനങ്ങളുടെ ഒരു ആവേശത്തിനും ആ ഒരു പ്രതീക്ഷയ്ക്കുമൊത്ത് ഉയരാൻ കഴിയുന്ന മന്ത്രിമാർ തന്നെയല്ലേ കൂടെ ഉള്ളത്? അതെ, ജനങ്ങളുടെ എക്സ്പെക്ടേഷൻ വളരെ വലുതാണ്. ജനങ്ങൾ കാര്യമായി പ്രതീക്ഷിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച കാര്യങ്ങളുണ്ട്. അതൊക്കെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാകും. തീർച്ചയായിട്ടും ജനങ്ങളുടെ ആശയ്ക്കനുസരിച്ച്, എക്സ്പെക്ടേഷൻ അനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഈ താങ്കൾക്ക് ലഭിക്കുന്ന വകുപ്പിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ധാരണയായോ? ഒന്നും ആയിട്ടില്ല. ഇന്ന് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമായിരിക്കും അത് വരിക. ഏതായാലും അതിന് ഏത് വകുപ്പ് കിട്ടിയാലും അതിനുവേണ്ടി പ്രവർത്തിക്കും. എന്നാലും വകുപ്പിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും പ്രതീക്ഷ, ആഗ്രഹിക്കുന്ന വകുപ്പ് ഏതെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, അങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ല. ഇത് തന്നെ വലിയ സൗഭാഗ്യമാണ് പാർട്ടി തന്നത്. ഇനി ഏത് വകുപ്പ് വന്നാലും അതിനുവേണ്ടി പ്രവർത്തിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എന്തായാലും വി അബ്ദുൾ ഗഫൂറാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തുയരുന്ന ഒരു സർക്കാരായിരിക്കും. ആ ഒരു തരത്തിലുള്ള ജനകീയ ഇടപെടൽ എന്തായാലും ഇക്കാര്യത്തിൽ ഉണ്ടാവും എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ക്യാമറാമാൻ ഷൈജു ചാവശ്ശേരിക്കൊപ്പം S വിനേഷ് കുമാർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.